ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സീക്രട്ട് ഓഫ് വുമൺ എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ബെഞ്ചിലിരിക്കുന്ന രണ്ടുപേരെയാണ്. ഒരാൾ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, മറ്റൊരാൾ കയ്യിലേക്ക് കൊടുത്തിട്ടിരിക്കുന്നു. നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന യുവാവിനോട് മറ്റേയാൾ സമയം എന്തായെന്ന് ചോദിക്കുന്നു. അവൻ അതിന് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. ആ സമയത്ത് അവിടേക്ക് ഒരു ബോട്ട് വരുന്നുണ്ട്. നല്ല ഡ്രസ്സ് ധരിച്ച ആ പയ്യനാകട്ടെ ബോട്ടിൽ കയറി പോവുകയും കയ്യിലെയും ഷർട്ടും ധരിച്ച അയാളാകട്ടെ ബാക്കിലുണ്ടായിരുന്ന ഫ്ലാറ്റ് ലക്ഷ്യമാക്കിയും നടന്നു. പിന്നീട് കാണിക്കുന്നത് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ജീന എന്ന പെൺകുട്ടിയും അവൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം രഹസ്യമായിട്ട് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുമാണ്. അവളുടെ ഓരോ പ്രവൃത്തികളും അയാൾ ആരെയോ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഫ്ളാറ്റിലെത്തി ജീനയാകട്ടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. അവൾ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ അച്ഛൻ്റെ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ജീനയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബോബി എന്നാണ് അവന്റെ പേര്. ഇവർ തമ്മിൽ ഇപ്പോൾ അത്ര രസത്തിലല്ല. ജീനയുടെ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, ബോബി വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത കാരണം അവൻ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടെന്ന്. നീ അവനോടൊന്ന് സംസാരിക്കാൻ. ഞാൻ അവനെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൾ ഫോണും കട്ട് ചെയ്തിട്ട് വീട്ടിലെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് നേരത്തെ കാണിച്ച ആ യുവാവാകട്ടെ അവള് കാണാതെ അവളുടെ ഫ്ളാറ്റിനുള്ളിലേക്ക് കയറുന്നു. അകത്തേക്ക് ഒരാൾ കയറിയതറിയാതെ ജീനയാകട്ടെ ഉള്ളിലേക്ക് കയറി മെയിൻ ഡോർ പൂട്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയി. അവള് കുളിച്ചുകൊണ്ടിരുന്നതും ആ കള്ളനാകട്ടെ അവളുടെ ബാത്റൂമിന്റെ അടുത്തേക്കായിട്ട് വന്നു നിൽക്കുന്നു. കുളി കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ഇവനെ കാണുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. തൊട്ടപ്പുറത്ത് അവളുടെ നായി നിൽക്കുന്നു, ഫ്രണ്ടിൽ അവളും. ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ അവനെ ഇടിച്ച് കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി. ബോക്സിംഗ് ചാമ്പ്യനായ അവൾക്ക് അതൊക്കെ നിസ്സാരമായിരുന്നു. അതേസമയം ഇവിടെ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യുവാവിന്റെ അടുത്ത് ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷീല എന്നാണ് അവരുടെ പേര്. ബാക്കി എല്ലാ യാത്രക്കാരും ഇറങ്ങിയ ശേഷം ഇവർ രണ്ടുപേരുമായപ്പോൾ ഷീലയ്ക്ക് അവനെ കണ്ടിട്ട് എന്തോ ഒരു പേടി തോന്നി. അവൻ തന്നെ ഉപദ്രവിക്കുമോ എന്നൊരു ഡൗട്ടായിരുന്നു ഷീലയ്ക്ക്. എന്നാൽ അടുത്ത നിമിഷം അവനാകട്ടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഷീല അത് മനസ്സിലാക്കി കൂടെ ചാടി അവനെ രക്ഷിക്കുന്നു. എന്നിട്ട് അവനെയും കൊണ്ട് ഷീല താമസിക്കുന്ന തുരുത്തിലേക്ക് പോവുകയാണ്. അവന് മാറാൻ ഡ്രസ്സും മറ്റും കൊടുത്തിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്ന്. ഞങ്ങളെപ്പോലുള്ളവര് ജീവിക്കാൻ കഷ്ടപ്പെടുക, അപ്പൊ നിന്നെ പോലുള്ളവരൊക്കെ ചാകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നീയൊന്നും ചത്തുകഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നുമില്ല. കുറച്ചുനാൾ മുമ്പ് ഒരു പെണ്ണിന്റെ ശരീരം ഇതുവഴി ഒഴുകി വന്നു. ഇവിടുന്ന് കുത്തി മറ്റൊരിടത്തേക്ക് ഒഴുക്കിവിടാൻ നോക്കിയിട്ട് അത് വീണ്ടും ഇവിടെ തന്നെ വന്നടിഞ്ഞു. അവസാനം വേറെ വഴിയില്ലാതെ ഞാനൊരു കുഴി വെട്ടി അത് ഇവിടെ തന്നെ മൂടിയിട്ട് അതിന്റെ മുകളിൽ ഒരു ചെമ്പരത്തി ചെടി നട്ടു. ആരും അന്വേഷിച്ചു വന്നില്ല. അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതേസമയം ഇവിടെ ജീനയാകട്ടെ ആ കള്ളനെ പിടിച്ചുകൂടി കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവനെ ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നെ ആരും പറഞ്ഞു വിട്ടതല്ലേ, ആരാ നിന്നെ പറഞ്ഞു വിട്ടതെന്ന്. ആ കള്ളൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിപ്പായിരുന്നു. അതിനിടയ്ക്ക് അവളുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ബോബിയെ നീ ഒന്ന് വിളിക്ക്, അവൻ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തതും ആരോ വന്ന് ഡോർബെൽ അടിക്കുന്നു. അവള് തുറന്നു നോക്കിയതും അവൾക്ക് വേണ്ടി ആരോ അയച്ച ഗിഫ്റ്റ് ആയിരുന്നു അത്. ക്രിസ്മസ് സമയം ആയതുകൊണ്ട് തന്നെ അതൊരു കേക്കും വൈനുമായിരുന്നു. ആ ടൈമിൽ തന്നെ ബോബിയുടെ ഒരു മെസ്സേജ് വരുന്നു, ഞാൻ അയച്ച ഗിഫ്റ്റ് നിനക്ക് കിട്ടിയോന്ന് ചോദിച്ചുകൊണ്ട്. അവള് വിചാരിക്കുന്നത് ആ വ്യക്തി അയച്ചത് ബോബി ആയിരിക്കുമെന്നും തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ ആളെ അയച്ചതെന്നും. പക്ഷെ പിന്നീടുള്ള മെസ്സേജ് ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ ആ കേക്കിനെ പറ്റിയും വൈനിനെ പറ്റിയുമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ കൊല്ലാൻ അവൻ എത്ര കാശ് തന്നു എന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു. അവൻ ഒന്നും മിണ്ടാതെ പേടിച്ച് തന്നെ ഇരിപ്പായിരുന്നു. ഇവിടെ ഷീല ആ പയ്യന് ആഹാരം കൊടുക്കുന്നുണ്ട്. എന്നാൽ പഴകിയ കഞ്ഞി ആയതുകൊണ്ട് തന്നെ അവന് തിന്നാൻ ഒട്ടും മനസ്സിലായിരുന്നു. അവൾ നിർബന്ധിക്കുന്ന കാരണം വേറെ വഴിയില്ലാതെ അവൻ കഴിക്കുകയാണ്. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണോ താമസമെന്ന് അവൻ ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, എന്റെ ഭർത്താവുണ്ടെന്ന്. 6 മാസം മുമ്പ് പോയതാ, പിന്നീട് ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വരും, വന്നാലും ഒരു ജോലിക്കും പോകത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. അയാളെ കൊണ്ട് എനിക്ക് ശല്യം മാത്രമേ ഉള്ളൂ. ആ വീട്ടിലൊരു മുറി അടച്ചിട്ടിരുന്നതായിരുന്നു. അത് ആരുടെ മുറിയാണെന്ന് ചോദിക്കുമ്പോൾ അത് അയാളുടെയാണെന്നും അയാൾ വരുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ എന്നുമാണ് ഷീല പറയുന്നത്. ഞാൻ അതിനകത്ത് എന്താണെന്ന് നോക്കാൻ പോയിട്ടില്ല. അതേസമയം നമ്മുടെ ഈ നായകനെ കാണാതായ വിവരം അവന്റെ വീട്ടുകാർ വന്ന് പോലീസിൽ അറിയിക്കുന്നു. ഇവന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനവൻ പോയെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അവന് സ്ത്രീകളോടൊട്ടും തന്നെ താല്പര്യമില്ല, അവന് പുരുഷന്മാരോടാണ് താല്പര്യം, അവനൊരു ഗേ ആണെന്നാണ് അവര് പറയുന്നത്. അതൊന്നും വകവയ്ക്കാതെയാണ് അവന്റെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചത്. അതുകൊണ്ടായിരിക്കാം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതേസമയം ഇവിടെ ജീന എത്ര ചോദിച്ചിട്ടും ഈ കള്ളൻ എന്തിനാ വന്നെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ ഇരുന്ന് ആ കേക്കും വൈനും എടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കുന്നു. താൻ എന്തായാലും ഇത് കഴിക്കില്ല എന്ന് അവൾക്കറിയാം. വേറെ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലിഫ്റ്റിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്. അതേസമയം ജീനയുടെ അയൽക്കാരിയാകട്ടെ ജീനയുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെവിയോർത്തിരിപ്പായിരുന്നു. അവളുടെ അച്ഛൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് മോളെ ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരത് വലിയ കാര്യമായിട്ട് എടുത്തിട്ട് ഫുൾ ടൈം അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ്. അതേ ടൈമിൽ തന്നെ അവള് ലിഫ്റ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച ആ ഒരു കേക്കും വൈനും അവിടെ സിഗരറ്റും വലിച്ചുകൊണ്ട് നിന്നിരുന്ന 2 യുവാക്കൾ എടുത്തുകൊണ്ട് പോകുന്നു. അവന്മാർ അത്യാവശ്യം ലഹരിയെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. അതേ ടൈമിൽ തന്നെ ജീനയെ നേരത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയും കാണിക്കുന്നുണ്ട്. അയാളും ജീനയുടെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ജീനയുടെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ 2 യുവാക്കളെയും അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നു. പെട്ടെന്ന് ആൾക്കാരെ വിവരം അറിയിച്ചിട്ട് അവർ 2 പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവരുടെ വായിൽ നിന്നെല്ലാം തന്നെ രക്തം വന്നിട്ടുണ്ടായിരുന്നു. ആ 2 പേരിൽ ഒരാള് മരിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. വൈനില് വിഷം കലർത്തി അവർ കഴിച്ചതാണെന്ന് അവിടെ എല്ലാം സംസാരം ഉണ്ടായിരുന്നു. ഇത് ജീനയും കേൾക്കുന്നു. അപ്പോഴേക്കും ജീനയ്ക്ക് ആകെ ഷോക്കായി. കാരണം അവളാണല്ലോ ആ വൈനും കേക്കും അവിടെ കൊണ്ടുവച്ചത്. അവള് വന്ന് തന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു. അതിൽ ബോബി അയച്ച മെസ്സേജ് അവൾ കാണുന്നുണ്ട്. തന്റെ കൂട്ടുകാരിയും കൂടി അവള് വിളിക്കുന്നുണ്ട്. അവൻ തനിക്ക്
എന്ത് ഗിഫ്റ്റാണ് അയച്ചതെന്ന് നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു. അത് വൈനും കേക്കുവാണെന്നാണ് അവൻ പറഞ്ഞത്. ആ വൈനിലും കേക്കിലും വിഷമായിരുന്നുവെന്നും അത് കഴിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലാണെന്നും അവൾ കൂട്ടുകാരിയോട് പറയുന്നു. അവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം അയച്ചത്. എന്തോ ഭാഗ്യത്തിന് ഞാനത് കഴിക്കാതെ അവിടെ കൊണ്ടുവച്ചു. ഷീലയുടെ വീട്ടിലാകട്ടെ രാത്രി അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഷീല അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ ദുരുദ്ദേശമൊന്നും തന്നെ ഇല്ലല്ലോ എന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ പേടിക്കണ്ട, എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. എന്നിട്ട് അവൻ അവരോട് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ജഡ ഇവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത് ഉള്ളതാണോ എന്ന്. ഈ ആവശ്യമില്ലാത്തതൊക്കെ തിരക്കാൻ നിൽക്കാതെ കിടന്നുറങ്ങാൻ ഷീല പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ ആരോ അവരുടെ വീട്ടിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഷീല ദേഷ്യത്തില് കത്തിയുമായിട്ട് ഇറങ്ങി ആരടാതെന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്ന് കിടന്ന് വീണ്ടും ഉറങ്ങുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഷീലയ്ക്ക് ഇങ്ങനെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ജീനയെ ബോബി വിളിക്കുന്നുണ്ട്. അവളെടുത്തിട്ട് അവനെ കുറെ ചീത്ത പറയുന്നു. എന്നാൽ ബോബി പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്രയ്ക്ക് ചൂടാവുന്നതെന്ന്. ആ പണി കൊണ്ടത് എന്തായാലും ആ രണ്ട് പയ്യന്മാർക്കല്ലേ, അത് അവന്മാർ അനുഭവിച്ചോട്ടെ എന്ന്. നിനക്കുള്ള പണി ഈ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. കിച്ചണിൽ പോയിട്ട് നീ ആ പഞ്ചസാര ടിന്നൊന്ന് തുറന്നു നോക്കാൻ പറയുന്നു. അവള് പേടിച്ചു പോയി തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ വെറുതെ ഒന്ന് ടോർച്ചർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതായിരുന്നു. അതിലും വലിയ പണി ബെഡ്റൂമിലുണ്ടെന്ന് പറയുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഒരു ടവലിനുള്ളിൽ ഒരു വലിയ കത്തിയിരിപ്പുണ്ടായിരുന്നു. അവളെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവൻ ഫോണിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ നിമിഷം അവളെ ടോർച്ചർ ചെയ്യുക, അതായിരുന്നു അവന്റെ ഉദ്ദേശം. ആ സമയത്ത് ആ കള്ളൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കത്തിയുമായിട്ട് തിരിച്ചു വന്നിട്ട് അവനെ വീണ്ടും കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് കത്തി കാണിച്ച് അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അവൻ പേടിച്ചു മൂത്രം ഒഴിക്കുന്നു. അത് കണ്ടിട്ട് അവൾക്ക് ചിരിയാണ് വരുന്നത്. ഇവിടെ രാത്രിയിലാകട്ടെ നമ്മുടെ നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഷീലയെ കാണുന്നില്ല. അവൻ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും അവിടെ എങ്ങും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ഷീല ബാക്കിലൂടെ വന്നിട്ട്, നീ ഇവിടെ എന്താ എടുക്കുന്നത്, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നു. നിന്റെ പേരെന്താണെന്ന് കൂടി ഷീല ചോദിക്കുന്നുണ്ട്. അവൻ എൽദോ എന്ന് പറയുന്നു. അതേസമയം ജീനയും ആ കള്ളന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. സെന്തിൽ എന്നായിരുന്നു അവന്റെ പേര്. ബോബി അയച്ചിട്ടല്ല അവൻ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവനോട് കാര്യങ്ങൾ തിരക്കുമ്പോ അവൻ പറയുന്നുണ്ട്, തനിക്കൊരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. താൻ ഒരു കള്ളനാണെന്നും വിശന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അവൻ പറയുന്നു. ഇവിടെ എൽദോ ഷീലയോട് പറയുന്നുണ്ട്, താൻ ജീവിതം എടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന്. പിന്നീട് കാണിക്കുന്നത് ജീന തന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ്. ബോബിയുമായിട്ട് റിലേഷൻഷിപ്പിലായ ശേഷം അവൻ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ലൈഫിൽ ഒരു പ്രൈവസിയും ഇല്ല. ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ എല്ലാത്തിന്റെ പാസ്വേഡ് അവന്റെ കയ്യിലുണ്ട്. എന്തിനു പറയുന്നു, അവളുടെ ATM കാർഡ് പോലും അവന്റെ കയ്യിലാണ്. അവളുടെ ഫ്ലാറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീയും അവന്റെ കയ്യിലുണ്ട്. അവനായിട്ട് തന്നെയാണ് എന്നെ ചീറ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരുടെ ഒരു പ്രൈവറ്റ് വീഡിയോ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുകയായിരുന്നു അവൾ. അതേസമയം ഇവിടെ പോലീസുകാർക്ക് ഒരു കംപ്ലൈന്റ് കിട്ടുന്നു. തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അത് അന്വേഷിക്കാൻ ഒരു കോൺസ്റ്റബിളിനെ പോലീസുകാരൻ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രാത്രിയിൽ വള്ളത്തിൽ പോകുന്ന കോൺസ്റ്റബിളിനോട് വള്ളക്കാരൻ പറയുന്നുണ്ട്, ഇപ്പൊ പോകുന്നത് അത്ര സേഫ് അല്ല എന്നും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടെന്നും. അങ്ങനെ പേടിച്ചുപോയ പോലീസുകാരൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. ഇവിടെ ജീന നമ്മുടെ സെന്തിലിന് അവളുടെ പപ്പയുടെ ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കുന്നു. ഡ്രസ്സൊക്കെ മാറി വന്ന അവനാകട്ടെ അവൾ ആഹാരവും കൊടുക്കുന്നുണ്ട്. അവളുടെ നായയുടെ കൂടിയും അവൻ കമ്പനിയായി. ഇവിടെ നമ്മുടെ എൽദോയുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. പല്ല് തേക്കാൻ ബ്രഷും ഇല്ല, മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ അവിടെ ഒരു ബാത്റൂമും ഇല്ല. ഉമ്മക്കിരി വെച്ച് പല്ലും തേച്ചിട്ട് പറമ്പത്ത് പോയി കാര്യവും സാധിച്ചിട്ട് അവൻ അകത്തേക്ക് വരുന്നു. ജീന പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് സെന്തിലിനോട് പറയുന്നുണ്ട്, എനിക്കൊരു ആവശ്യമായിട്ട് പുറത്തേക്ക് പോകണം, നീ എങ്ങോട്ടും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന്. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കാൻ പാടില്ല എന്നും പറയുന്നു. തൽക്കാലം ഇവിടെ കഴിക്കാൻ ബ്രെഡ് മാത്രമേ ഉള്ളൂ, അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുന്നു. എന്നാൽ ജീന പുറത്തുപോയ സമയത്ത് ആരോ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതായിട്ട് സെന്തിൽ കാണുന്നു. അവൻ പേടിച്ചുപോയി. ആ ഒരു സീൻ അവിടെ കട്ടാവുകയാണ്. ഇവിടെ എൽദോയ്ക്കാകട്ടെ മധുരമില്ലാത്ത കട്ടൻ ചായയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സാധനങ്ങളെല്ലാം തീർന്നു. താൻ ഇടയ്ക്ക് പോയി സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് ഷീല അവനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഷീല ജോലി ചെയ്യുന്ന മത്സ്യക്കെട്ടിലെ മുതലാളിയാകട്ടെ കുറച്ച് മീനുമായിട്ട് അവിടേക്ക് വരുന്നു. എൽദോയുടെ അകത്തേക്ക് പോകാൻ ഷീല പറയുകയാണ്. അയാൾ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇതൊന്ന് കറി വെക്കാൻ, ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന്. നിന്നെ കുറച്ച് ദിവസമായിട്ട് കെട്ടിലോട്ട് കാണുന്നില്ലല്ലോ എന്ന്. എന്നാൽ എനിക്കെങ്കിലും കറി വെക്കാൻ പറ്റില്ല എന്നും എനിക്ക് സമയമില്ല എന്നുമാണ് അവര് പറയുന്നത്. അയാൾക്ക് ഷീലയുടെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നു. അയാൾ ഓപ്പണായിട്ട് അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന്. എന്നാൽ എനിക്കൊരു താല്പര്യമില്ല, നിങ്ങളൊരു വൃത്തികെട്ട നാറ്റമാണെന്നാണ് അവള് തിരിച്ചു പറയുന്നത്. അത് കേട്ടപ്പോൾ അയാൾക്കാകെ ദേഷ്യം വന്നിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചുപോയി. ഇവിടെ ജീന ബോബിയെ കാണാൻ പോയതായിരുന്നു. ബോബി വാഷ്റൂമിലേക്ക് പോയ സമയത്ത് അവൾ തന്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ബോബി അടുക്കുന്നില്ല എന്നും അവൻ ആകെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുകയാണെന്നുമാണ് അവള് പറയുന്നത്. ജീനി റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. അവളെങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം അവന്. ഷീല തന്റെ വഞ്ചിയുമായിട്ട് സാധനം വാങ്ങാൻ പോയ സമയത്ത് ഷീലയുടെ നായുമായിട്ട് ചേർന്നിട്ട് എൽദോ ആ പറമ്പിലെല്ലാം നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ രണ്ടിടത്ത് ചെമ്പരത്തി നട്ട് വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ഒരു പെൺകുട്ടിയുടെ ജനം വന്നപ്പോ അതിന്റെ മുകളിൽ ചെമ്പരത്തി വെച്ച് നട്ടു എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു ചെമ്പരത്തിയും കൂടി ഇരിക്കുന്ന കണ്ടപ്പോ അവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. അതിനർത്ഥം ഇവിടെ ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. അവൻ വീടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. കുറച്ചു കഴിയുമ്പോൾ മുതലാളിയാകട്ടെ സെന്റൊക്കെ പൂശിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് വാതിലിന് കൊട്ടുമ്പോ അവനാണ് വാതിൽ തുറക്കുന്നത്. അവനെ അവിടെ കണ്ടതും അയാൾ വിചാരിക്കുന്നുണ്ട് ഷീല വീട്ടിൽ വേറെ ആളെ കയറ്റുന്നുണ്ടെന്ന്. അയാൾ അവനുമായിട്ട് വഴക്കിടുന്നു. അവനെ ഓടിച്ചിട്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഷീല തിരിച്ചു വരുന്നത്. കൈ കിട്ടി എന്തൊക്കെ എടുത്തിട്ട് അയാളെ അവിടുന്ന് അടിച്ചോടിച്ച ശേഷം എൽദോയും കൂട്ടി ഷീല അകത്തേക്ക് പോയി. അവന്റെ
ദേഹം ആസകലം ചെളിയും മുറിവുമായിരുന്നു. അതേസമയം ജീന തിരിച്ചു വരുമ്പോഴാകട്ടെ ഫ്ളാറ്റിനുള്ളിൽ സെന്തിലിനെ കാണുന്നില്ല. അവൾ ആകെ ടെൻഷനിലായി. ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അവൻ അവിടെ വോമിറ്റ് ചെയ്ത് കിടക്കുന്നത്. കഴിച്ച ഫുഡ് എന്തോ പിടിക്കാഞ്ഞിട്ടാണ് അവൻ വോമിറ്റ് ചെയ്തത്. അവൾ ആകെ പേടിച്ചു പോയിരുന്നു. അവൾ അവന് വേണ്ടിയിട്ട് ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോബിയുടെ കോള് വരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങിയതും നിന്റെ ഫ്ളാറ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കോളിൽ കാണിക്കാൻ പറയുന്നുണ്ട്. സെന്തിലിനെ ഒളിപ്പിച്ചു വെച്ച ശേഷം അവളാകട്ടെ വീടെല്ലാം തന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നു. അതേസമയം ഇവിടെ ഷീലയാകട്ടെ എൽദോയെ കുളിപ്പിക്കുകയായിരുന്നു. അവന്റെ ദേഹം ആസകലം ചെളിയായിരുന്നല്ലോ. ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ നിനക്ക് തിരിച്ചടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ തനിക്കിതൊന്നും വശമില്ല എന്നാണ് എൽദോ പറയുന്നത്. അടികൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയ ആ മുതലാളിയാകട്ടെ കൂട്ടുകാരുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നു. ആ ഷീലയെ എന്തെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും കൈ കിട്ടുമെന്നും അവളെ കുറെ നാളായിട്ട് നോട്ടമിട്ട് വെച്ചിരിക്കുകയാണെന്നും അവരെല്ലാവരും പരസ്പരം പറയുന്നുണ്ട്. അവളുടെ ആ ഭർത്താവിനെ എവിടെയെങ്കിലും കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് അവള് തന്നെ അവനെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാകുമെന്ന്. ഇവിടെ ജീനയുടെ വീട്ടിലാകട്ടെ അവളുടെ അയൽക്കാരൻ വന്നിട്ട് ജീനയുടെ പപ്പയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തന്റെ കീഴിലുള്ള നമ്പർ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. അതും പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറി വന്നിട്ട് അവളോട് കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറയുന്നു. അവളുടെ പപ്പയുടെ എന്തെങ്കിലും ലിക്കർ ഇരിപ്പുണ്ടെങ്കിൽ തരാനാണ് അവളോട് പറയുന്നത്. അവളത് എടുക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് പോയതും ഇയാളാകട്ടെ ബാക്കിലൂടെ അവളെ വന്ന് പിടിക്കാൻ ശ്രമിക്കുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ഇയാളും ആകെ വല്ലാതെയായി. ജീനയോട് ഇയാൾ മോശമായിട്ട് പെരുമാറാൻ വേണ്ടി നിൽക്കുന്ന കണ്ടതും സെന്തിൽ ബാക്കിലൂടെ വന്ന് അയാളെ ആക്രമിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അയാൾക്ക് ബോധം വരുമ്പോ എന്താ സംഭവിച്ചതെന്ന് ഒരു ഓർമ്മയില്ലായിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പതിയെ ഇറങ്ങിപ്പോയി. സെന്തിൽ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അയാളെ പോയി തന്റെ വൈഫിനോട് പറയുന്നുണ്ട് താൻ ആ വിഷം കഴിച്ചു എന്ന് പറയുന്ന പയ്യന്മാരെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കൊന്ന് വീണതാണ്, കാല് വയ്യാന്ന്. ആര് ശരിയല്ല എന്നും അപ്പുറത്ത് ജീനയുടെ ഫ്ളാറ്റിൽ നിന്ന് കുറെ ആണുങ്ങളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടെന്നും അയാളുടെ ഭാര്യ പറയുന്നു. എന്നാൽ പെൺകുട്ടികളെ കുറിച്ച് മോശമായിട്ട് പറയരുത്, ആ കുട്ടി നല്ല കുട്ടിയാണെന്നും നല്ല എഡ്യൂക്കേറ്റഡ് ആണെന്നും ആവശ്യമില്ലാത്ത അവളെ കുറിച്ച് മോശമായിട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. ഇവിടെ എൽദോയും ഷീലയും നല്ല കൂട്ടായിരുന്നു. അവർ ഒരുമിച്ച് വല നെയ്യുകയും മീൻ പിടിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെന്തിലും ജീനയും ഒരുമിച്ച് ആഹാരം കുക്ക് ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നു. സെന്തിൽ അവിടെ വന്നതോടുകൂടി അവളും നല്ല ഹാപ്പി ആയിരുന്നു. അതിനിടയ്ക്കൊക്കെ ബോബി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവനൊരു വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. എന്റെ ഫോൺ ഇങ്ങനെ നീ നിരന്തരമായിട്ട് എടുക്കാതിരിക്കുന്ന കാരണം തനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്നും അതുകൊണ്ട് നിന്റെ ആ വീഡിയോ നാളെ ഇന്റർനെറ്റിലെല്ലാം തന്നെ വൈറലാകുമെന്ന്, അതൊരു പ്രൈവറ്റ് ലിങ്ക് ആയിരിക്കുമെന്നും നിനക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ടിട്ട് ജീന സങ്കടത്തോടു കൂടി സെന്തിലിനോട് ചോദിക്കുന്നുണ്ട് അവൻ പറയുന്നത് വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. ഞാനും അവന് ഒരുപാട് സന്തോഷത്തോടെയുള്ള കുറച്ച് നിമിഷങ്ങളാണ് ആ പ്രൈവറ്റ് വീഡിയോയിലുള്ളത്. പക്ഷെ ആ വീഡിയോയിൽ അവന്റെ മുഖം ഉണ്ടാവില്ല. ഇങ്ങനത്തെ വീഡിയോസിൽ പൊതുവെ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളുടെ മുഖമാണല്ലോ കൂടുതലും കാണിക്കുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെ എനിക്കും ഉള്ളൂ. അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ പപ്പയെ എന്നെ അറിയാവുന്ന കുറച്ച് നല്ല ആൾക്കാരുമുണ്ട്. അവരൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ്. അവർക്കൊക്കെ അത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അങ്ങനെ അവൾ ആകെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ സെന്തിൽ പറയുന്നുണ്ട് ഈ ബോബിനെ നമുക്കൊന്ന് കണ്ടാലോ എന്ന്. നിനക്ക് കാണാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കവനെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് ബോബിയെ വിളിക്കുന്നു. ഇവിടെ എൽദോയുടെ മുറിവിലെല്ലാം മരുന്ന് വെക്കുകയായിരുന്നു ഷീല. എൽദോ ആകട്ടെ അവരെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു. തനിക്ക് ആണിനെയും പെണ്ണിനെയും എല്ലാവരെയും പേടിയാണെന്ന് പറയുന്നു. ജീവിതം അടുത്താണ് അവൻ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ അവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ നീ ജീവിച്ച് കാണിക്കണമെന്ന്. നിന്നെപ്പോലുള്ളവർക്ക് ഈ തുരുത്തിലധിക ദിവസവും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോകണം. ആത്മഹത്യ എന്നുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് അവിടെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം. എന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ കിടക്കുന്നു. അതേസമയം ജീനയുടെ വീട്ടില് അവളെ വിളിച്ചിട്ട് ബോബി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വാതിലിലെ ഹോളിലൂടെ നോക്കുമ്പോൾ ബോബി പുറത്ത് നിൽക്കുന്നത് കാണുന്നു. പക്ഷെ ബോബിയുടെ മുഖം മാത്രം നമ്മളെ കാണിക്കുന്നില്ല. അകത്തേക്ക് കടന്ന ബോബിയെ ജീനയും സെന്തിലും ചേർന്നിട്ട് കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടി ഒരു ചാക്കിനുള്ളിലാക്കി. അതേസമയം ഇവിടെ ഷീലയെ ഉപദ്രവിക്കാൻ ആ മുതലാളി വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ കള്ളക്കളിയെല്ലാം എനിക്ക് അറിയാമെന്നും നീ ദിവസം ഓരോരുത്തരെ ഇവിടെ വിളിച്ച് കേട്ടുന്നുണ്ടെന്നും സ്വന്തം ഭർത്താവിനെ ചവിട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയതൊക്കെ എനിക്ക് അറിയാമെന്നും അയാൾ പറയുന്നുണ്ട്. ഷീലയാകട്ടെ എൽദിയോട് പറയുന്നുണ്ട് ഇവിടെ എന്ത് നടന്നാലും നീ പുറത്തേക്ക് വരരുതെന്ന്. എന്നിട്ട് അവനെ ആ റൂമിന്റെ മൂലയിൽ ഒളിച്ചിരുത്തുന്നു അവൾ. ഷീല പോയി വാതിലുറക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇന്നത്തെ രാത്രി വേണമെന്നും ഇല്ലെങ്കിൽ നിന്നെ കിട്ടിയോനെ നീ കുഴിച്ചിട്ട കാര്യം ഞാൻ നാട് മൊത്തം പാട്ടാക്കുമെന്നും. അവസാനം വേറെ വഴിയില്ലാതെ ഷീലയ്ക്ക് വഴങ്ങി കൊടുക്കേണ്ടതായി വരികയാണ്. അവൾ അയാളെ ഉള്ളിലേക്ക് വിളിക്കുന്നു. ഇതെല്ലാം അവിടെ ഒളിച്ചിരിക്കുന്ന എൽദോ കാണുന്നുണ്ടായിരുന്നു. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ജീനയും സെന്തിലും ചേർന്നിട്ട് ഒരു ഇറച്ചിക്കടയിൽ പോയിട്ട് കുറെ ഇറച്ചി വാങ്ങുന്നതാണ്. അവൾ ആ ഇറച്ചി കവർ തന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൂടാതെ ഒരുപാട് കവറുകൾ അവരുടെ ബൈക്കിൽ പല ഭാഗത്തായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം തന്നെ നായ്ക്കൾക്ക് അവരെ ഇറച്ചി ഇട്ടു കൊടുക്കുന്നു. നേരം വെളുത്തപ്പോഴേക്കും ഒരു കായലിന്റെ അടുത്ത് അവരെത്തിയിട്ടുണ്ടായിരുന്നു. ബോബിയുടേതായിട്ടുള്ള ആ ഒരു ഫോൺ അവൾ എടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നു. അതേസമയം ആ പാലത്തിന്റെ അടിയിലൂടെ തോണിയില് നമ്മുടെ എൽദോയും ഷീലയും പോകുന്നുണ്ട്. അവര് സഞ്ചരിക്കുന്ന ആ തോണിയുടെ അടിയിലായിട്ട് ആ മുതലാളിയുടെ ജഡം അവർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്ന ആ മുതലാളിയെ ഷീലയും എൽദോയും ചേർന്ന് കൊന്നു. അതുപോലെ തന്നെ ജീനയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അവളുടെ കാമുകൻ ബോബിയെ സെന്തിലും ജീനയും ചേർന്ന് കൊന്നു. പിന്നീട് കാണിക്കുന്നത് ജീനയെ ഫോളോ ചെയ്യുന്ന ആ വ്യക്തിയാണ്. അയാൾ യഥാർത്ഥത്തിൽ ജീനയെ ഒരു കല്യാണാലോചനയുടെ കാര്യമായിട്ട് ഫോളോ ചെയ്യുകയായിരുന്നു. അവൾ ഒരു ദിവസം രാവിലെ ഒരുത്തന്റെ കൂടെ കാറിൽ കയറി പോകുന്ന കണ്ടെന്നും ഇപ്പൊ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോകുന്ന കണ്ടെന്നും അയാൾ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. അവൾ നല്ല കുട്ടിയല്ലെന്നും നമ്മുടെ ചെക്കന് വേണ്ടിയിട്ട് വേറെ നല്ല പെങ്കൊച്ചിനെ ആലോചിക്കാമെന്നും അയാൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് സീൻ വീണ്ടും തുടക്കത്തിൽ കാണിച്ച അതേ
ഒരു ബെഞ്ചിലേക്കാണ് വരുന്നത്. അവിടെ ഒരു സൈഡിലായിട്ട് നമ്മുടെ എൽദോ ഇരിപ്പുണ്ട്. നേരത്തെ സെന്തിൽ എങ്ങനെയാണോ ഡ്രസ്സ് ധരിച്ചിരുന്നത് അതുപോലെയാണ് ഇപ്പോൾ എൽദോയുടെ വേഷം. തൊട്ടപ്പുറത്തിരിക്കുന്ന സെന്തിലാകട്ടെ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടിരിക്കുന്നു. എൽദോ സെന്തിലിനെ സാറേന്ന് വിളിച്ചിട്ട് ടൈം എന്തായെന്ന് ചോദിക്കുന്നു. സെന്തിലാകട്ടെ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് എൽദോയെ കാണിക്കുന്നു. അതിലാകട്ടെ സെന്തിലിന്റെയും ജീനിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയാണ് വാൾപേപ്പർ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. സമയം നോക്കിയ ശേഷം എൽദോ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് ജീനിയുടെ വീട്ടില് അക്വേറിയത്തിലെ ആ മീനുകളാകട്ടെ എന്തൊക്കെയോ കഴിച്ച ശേഷം അതെല്ലാം തന്നെ ചവച്ച് തുപ്പുന്നതാണ്. അതേസമയം അവളുടെ വീട്ടിലെ ജോലിക്കാരി കുറച്ച് മീനുമായിട്ട് അവിടേക്ക് വരുന്നു. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നും നിനക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തൊഴിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്നും അവൾ ആ ജോലിക്കാരോട് ചോദിക്കുന്നുണ്ട്. ആ ജോലിക്കാരി മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ ഷീല തന്നെയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് വന്നൊന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്നാണ് ഷീല പറയുന്നത്. അവൾ തന്റെ ജോലിയിലേക്ക് കടന്നു. ആ സമയത്ത് ആരോ ഡോർബെൽ അടിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്ന് പേടിച്ചു. ജീനയുടെ ഫോണിൽ അവളുടെ ഡാഡി വിളിക്കുന്നുണ്ട്. അയാളെ വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് രണ്ടുപേരും ഒന്ന് റിലാക്സ് ആയത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.